ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമ്മിൽ കണ്ടതുപോലെ തന്നെ ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് ആണ് കേട്ടോ. അതായത് ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷൻ ഒരുങ്ങാൻ പറ്റിയ പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്. ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അതാ ഈ ഒരു പെട്ടിക്കകത്തുള്ളതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഇതാ ഇൻസൈറ്റിന്റെ പ്രൈമർ ആണ് കേട്ടോ. ഈ ഒരു പ്രൈമറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 3 in 1 ആണ്. അതായത് നമുക്ക് പ്രൈമർ ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും പിന്നെ അത്യാവശ്യം നമ്മൾ ചെയ്ത മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൈമറാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ ഇപ്പോൾ മോയ്സ്ചറൈസർ വേറെ വേണമെന്നില്ല, ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ആക്കിയാൽ മതി. ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പോസൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ മൂക്കിൻ്റെ എവിടെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓയിലി ആവുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യണേക്ക് മുന്നായിട്ട് നമ്മൾ വേറെ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് 3 in 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ഇവിടേക്കാണ് കേട്ടോ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കണം കേട്ടോ. മാർക്കറ്റിൽ ഒരുപാട് നല്ല മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. 250 രൂപയാണ്. പക്ഷെ നമുക്ക് ഓഫറിന് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചധികം ഓഫറിന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് മേടിക്കുക. അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് കൺസീലർ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല, താല്പര്യമില്ല, ഒരു കേക്ക് ലുക്കൊക്കെ തോന്നുമെന്നൊക്കെ ഉള്ളവർക്കായിട്ട് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു കൺസീലർ എന്തിനാ യൂസ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്, ഈ ഒരു കണ്ണിൻ്റെ താഴെ നല്ലോണം പിഗ്മെന്റേഷൻ ഉണ്ട്, അതുപോലെ നമുക്ക് കുരുവൊക്കെ വന്നിട്ട് ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കണ്ണിൻ്റെ താഴെ അതുപോലെ മെയിനായിട്ട് ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്തൊക്കെ ഞാനിങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷന് പകരം ഞാൻ ഇത് കൺസീലർ യൂസ് ആക്കാറുണ്ട് കേട്ടോ. ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ആക്കി കൊടുക്കാറ് ചെയ്യാറ്. അപ്പം ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഒരു സ്കിൻ ടോണിന് ഇത് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ നമ്പർ 1 ഷെയ്ഡായിട്ടുള്ള വാം സാൻഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് അടിപൊളി ഷെയ്ഡാണ്, എല്ലാ ഡസ്കി സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കൺസീലർ ബ്ലെൻഡ് ആക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇത് 99 രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു അടിപൊളി ബ്രഷാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രഷ് സെറ്റൊക്കെ അവൈലബിൾ ആണ്, ഒരുപാട് ബ്രാൻഡിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തുടക്കക്കാർക്ക് എന്ന രീതിയിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്രഷ് കാണിച്ചു തരുന്നത്. ഇതിന് 99 രൂപയുടെ അടിപൊളി ബ്രഷാണ്, നല്ല സ്റ്റിക്കായിട്ടുള്ള ബ്രഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിലായിട്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺസീലർ എന്ത് തന്നെ ആയാലും നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ആക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നത്. അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തിടാം. അതിനും അകത്ത് നിങ്ങൾക്ക് ലിങ്ക് കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞങ്ങൾ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേടിക്കാവുന്നതാണ്. അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ എല്ലാതും തന്നെ. സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറിന് 235 അങ്ങനെ 2 രൂപയുള്ളൂ. നമുക്ക് ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് 150 രൂപ അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സ്വിസ് ബ്യൂട്ടിയുടെ ബ്രാൻഡിൻ്റെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പ്രൈസിനേക്കാളും അതിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉപയോഗം എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് അവർ ഇത്രയും പ്രൈസ് കുറച്ചിട്ട് അവർ കൊടുക്കണതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഈ സ്വിസ് ബ്യൂട്ടി ബ്രാൻഡിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കൺസീലർ ആണെങ്കിൽ ഞാൻ കഴിയുമ്പോൾ മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓരോ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള മേടിക്കുക. ഞാനിപ്പോൾ നമ്പർ 1 ഷെയ്ഡായിട്ടുള്ള വാംസാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. ഡസ്കി സ്കിൻ ടോണിനാണ് കേട്ടോ ചേരുന്നത്. ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു പൗഡർ യൂസ് ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ഓയിലി ആയി പോകും നമ്മുടെ മുഖത്തിന്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു കോമ്പാക്ട് പൗഡറാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ കോമ്പാക്ട് പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല, പകരം സാധാ നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ മുഖത്തിന്. ആ സെയിം ആ ബ്രഷ് വെച്ചിട്ട് തന്നെ. ഇപ്പോൾ ഞാനൊരു ബിഗിനേഴ്സ് എന്ന നിലയിലാണ് കേട്ടോ ഞങ്ങൾക്ക് പറയുന്നത്. അല്ലാതെ ഇതുപോലെ കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലതായിരിക്കും. നമ്മുടെ മുഖത്തിന് ചേരുന്ന ഒരു കോമ്പാക്ട് പൗഡർ തന്നെ യൂസ് ആക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ടാൽക്കം പൗഡർ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്.
ഇപ്പം മീഷോനകത്ത് തന്നെ കുറേയധികം ബ്രഷ് സെറ്റുകൾ കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യാനും അതുപോലെ കോമ്പാക്ട് പൗഡർ, ഈ പറഞ്ഞ ഫൗണ്ടേഷൻ, അങ്ങനെ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ബ്രഷിൻ്റെ ഒരു സെറ്റായിട്ട് കിട്ടും. നമുക്കപ്പോൾ അങ്ങനെ മേടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു അഫോർഡബിൾ റേറ്റിന് കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബ്രഷ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ 02 എന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ. കോണ്ടോർ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു ഷെയ്ഡിന് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ഇത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് അങ്ങനത്തെ പിങ്ക്, പീച്ച് കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേരിന് കൈ കൊണ്ട് തന്നെ കാണിക്കുകയാണ്. ബ്രഷ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഐ ഷാഡോയൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ബ്രഷൊക്കെ കിട്ടും. ഇല്ലാന്ന് ഞാൻ ജസ്റ്റ് കൈ വെച്ച് കാണിക്കുകയാണ് കേട്ടോ. 229 രൂപയാണ് ഈ ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ഓഫറിന് ഈ ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ വഴി മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓഫറിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മേടിക്കുക. ഞാൻ ഐലൈനറാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഐലൈനറിന് ഞാൻ ഈ ഒരു ലാക്മേയുടെ ഐലൈനറാണ് ഉപയോഗിക്കാറ്. ഇത് ജസ്റ്റ് 120 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചത്. അടിപൊളി ഐലൈനറാണ്. വേറെയും ബ്രാൻഡുകളുടെ ഒക്കെ ഉണ്ട്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഐലൈനറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് സ്ഥിരമായിട്ട് ഐലൈനർ എഴുതാറുണ്ട്. എനിക്ക് കണ്ണിന് താഴെ എഴുതാനായിട്ട് ഇച്ചിരി മടിയാണ് കേട്ടോ. ഞാൻ അത് അങ്ങനെ എഴുതാറില്ല. കൂടുതലും ഐലൈനർ എഴുതാറുണ്ട്. ഓക്കെ, അതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫിൽ ചെയ്യാറുണ്ട്. എനിക്ക് അത്യാവശ്യം ഐബ്രോ ഉണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വിടവുള്ള ഭാഗത്തൊക്കെ ഒന്ന് എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഇതിങ്ങനെ കോംബോ ആയിട്ട് കിട്ടുന്നതായിട്ട് ഒരു ബ്ലാക്കും ബ്രൗൺ കളറിലാണ് നമുക്ക് ഐബ്രോ പെൻസിൽ കിട്ടുന്നത്. ഇതിന് അത്രയും റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതിന് ജസ്റ്റ് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് എത്രയും 130, 120 അത്രയാണ്ടൊക്കെ തന്നെ ഉള്ളൂ. ഇതിന് ഒരെണ്ണത്തിന് എത്ര 63 രൂപയ്ക്കൊക്കെ കിട്ടും നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ. രണ്ടെണ്ണത്തിന് കൂടുമ്പോൾ അത്രയും തന്നെ, അത് 10, 120, 150 ഈ രണ്ടെണ്ണം കൂടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു സ്പൂലി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇരി കൊടുക്കുകയാണെങ്കിൽ നമുക്കിനി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്കിനായിട്ട് എനിക്കിപ്പോൾ ഡാസ്ലറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് നമ്പർ 26 എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു ഷെയ്ഡാണ്. ഇത് ജസ്റ്റ് 180 രൂപയുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ അത് യൂസ് ആക്കാം. അല്ല കുറച്ചുകൂടി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ ഇതുപോലത്തെ ഇത് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇതിന് 349 രൂപയ്ക്ക് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഓഫറിന് ഈ ഒരു ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേന് 225 രൂപയ്ക്കൊക്കെ കണ്ടിട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ പറയുന്നത് 22 ആണ്. ബ്രാൻഡൻ ഹാരിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടോണിനും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ ലോക്കിങ് ഇങ്ങനെയായിട്ട് വരുന്നത്. ഞാൻ അത്യാവശ്യം ഒന്ന് പുറത്ത് പോകുമ്പോഴത്തേനും ഈ പറഞ്ഞ മേക്കപ്പ്സ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ എപ്പോഴും യൂസ് ആക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നല്ല ലിപ്സ്റ്റിക്കാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡാസ്ലറുടെ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കുകളും അടിപൊളിയാണ്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ബ്രാൻഡ് ഡാസ്ലറുടെ ഗിഫ്റ്റ് കിട്ടി, ഫ്രീ ഹാമ്പർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് ഫേവറേറ്റ് ഉള്ള ഒരു ഷെയ്ഡ്. വേറെയും ഷെയ്ഡുകളുണ്ട്. ഒരുപാട് ബ്രാൻഡിൻ്റെ വേറെയും വില കുറവിനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എൻ്റെ കയ്യിനകത്തുള്ളതും കൂടിയും ഞാൻ യൂസ് ആക്കിയിട്ട് കുറച്ച് നാളായിട്ട് യൂസ് ആക്കുന്നതാണ്. അപ്പം എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ പ്രൊഡക്റ്റുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിന് വരുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. ഒത്തിരി റേറ്റ് ഒന്നുമില്ല. എല്ലാം ഒരു 300-ന് താഴെ റേറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നത്. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സി യു.